Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ഇതുപോലെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹോളി ലീഫ് ചെയ്തു കൊടുക്കുക. ബെറീസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഹോളി ലീഫ് ചെയ്യാം. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ചെയ്യാം. ഞാനിവിടെ ഹോളി ലീഫ് ഉണ്ടാക്കാനായിട്ട് ലീഫിന് ഗ്രീൻ കളറും അതുപോലെ അതിൻ്റെ നടുവിലായിട്ട് ഒരു മൂന്ന് ബെറീസ് നമ്മൾ വെക്കുന്നുണ്ട്. അതിന് ഈ ഒരു റെഡ് കളറും 4 പ്ലേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ 2.5 mm ഹുക്ക് സെറ്റ്, ഒരു സ്റ്റിച്ച് മാർക്കർ, ഒരു സിസേഴ്സ്, ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ ലീഫ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ലീഫ് മതിയെങ്കിൽ നിങ്ങൾ 2 പ്ലേയുടെ യാണ് യൂസ് ചെയ്യുക. ഞാൻ കുറച്ച് വലിയൊരു ലീഫാണ്, ഒരു മീഡിയം സൈസ് ലീഫാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 4 പ്ലേ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസ് വേണമെങ്കിൽ 8 പ്ലേ ആണ് യൂസ് ചെയ്യുക. സെയിം പാറ്റേണിന് ചെയ്തെടുത്താൽ മതി. ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 15 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ നമുക്കിവിടെ 15 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ഞാൻ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. 3rd ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു yarn over ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് DC ചെയ്യാം. പിന്നെ ഞാൻ അടുത്ത സ്റ്റിച്ചിൽ yarn over ചെയ്ത് ഒരു DC ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷേ, ഹാഫ് DC ചെയ്തു. ഇനി നമുക്ക് 3 ചെയിൻ ചെയ്ത് കൊടുക്കാം. 1 2 3 ചെയിൻ ചെയ്യുക. ഈ ഫസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ പീക്കോക്ക് സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പീക്കോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ എലിഗേറ്റഡ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഞാൻ ഒരു ലൂപ്പിനുള്ളിലൂടെയാണ് പുറത്തേക്ക് എടുക്കുന്നത്. ഒരു ലൂപ്പിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ എനിക്ക് 3 ലൂപ്പ് വീണ്ടും കിട്ടും. yarn over ചെയ്യുക, ഇനി 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു എലിഗേറ്റഡ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് നമ്മൾ ചെയ്തു. ഇനി അടുത്ത ചെയിനിലും അതുപോലെ തന്നെ ചെയ്യുക. yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് എടുക്കുക, 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഒരു ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, അപ്പോഴും നമുക്ക് 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, ബാലൻസ് 2 ലൂപ്പ് ഉണ്ടാവും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അതുപോലെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 എലിഗേറ്റഡ് ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ലീഫിന് കുറച്ച് വിടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ട്രിപ്പിൾ ക്രോഷേ ചെയ്താലും മതി, പക്ഷേ ട്രിപ്പിൾ ക്രോഷേ ആകുമ്പോൾ ഭയങ്കര ഒരു ഗ്യാപ്പ് തോന്നും. അപ്പോൾ 3 എണ്ണം ചെയ്തു. അതിന് ശേഷം നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ ഇങ്ങനെ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പീക്കോക്ക് സ്റ്റിച്ച്, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പീക്കോക്ക് സ്റ്റിച്ച് കിട്ടി. ഇനി നമ്മൾ വീണ്ടും 3 DC ചെയ്യുക. 3 എലിഗേറ്റഡ് DC തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 1 2 3 3 സ്റ്റിച്ച് എലിഗേറ്റഡ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് 1 2 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ചെയിനിൽ ഈ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിന് പീക്കോക്ക് സ്റ്റിച്ച് എന്ന് പറയും. ഇനി നമുക്ക് ബാലൻസ് 1 2 3 4 സ്റ്റിച്ച് ഉണ്ട്.
അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഒരു DC ചെയ്യുക. ഫസ്റ്റ് നമ്മൾ നോർമൽ DC ചെയ്യുക, പിന്നെ ഒരു ഹാഫ് DC ചെയ്യുക. പിന്നെ ബാലൻസ് വരുന്ന 2 ചെയിൻ ഉണ്ട്. 2 ചെയിനിലും നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് 3 ചെയിൻ ചെയ്യുക. 1 2 3 ഒരു പീകോക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പീകോക്ക് സ്റ്റിച്ച് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തേക്ക് നമുക്ക് പിന്നെ ഫസ്റ്റ് 2 ചെയിനിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം, ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ആക്കിയിട്ട് വേണം ആ ഒരു ടൈലൻഡ് നമ്മൾ ചെയ്യാൻ. 1 2 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി ഒരു ഹാഫ് DC ചെയ്യുക. ഒരു ഹാഫ് DC ചെയ്തു. ഇനി അടുത്തതിൽ ഒരു DC ചെയ്യുക. നേരത്തെ ചെയ്തതിൻ്റെ സെയിം പാറ്റേൺ തന്നെ ഇങ്ങനെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഇനി 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. ഇനി ഫസ്റ്റ് ചെയ്ത ഈ ഒരു സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു പീകോക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇനി എലിഗേറ്റഡ് സ്റ്റിച്ചാണ്. ഡബിൾ ക്രോഷ്യ 3 പ്രാവശ്യം ചെയ്ത് കൊടുക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോഴും നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം കൂടി ചെയ്ത് കൊടുക്കുക. 3 എലിഗേറ്റഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. ഈ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 ചെയിൻ സ്റ്റിച്ച്, ഒരു ഫസ്റ്റ് ചെയിനിൽ ഒരു സ്ലീപ്പ് സ്റ്റിച്ച്. ഇനി ഫസ്റ്റ് അടുത്തതിൽ നമുക്കൊരു ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ലാസ്റ്റ് ചെയിനിലും ചെയ്യാം. അതിന് ശേഷം ലാസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ. അതിന് ശേഷം നമ്മൾ ഈ ഒരു ലാസ്റ്റ് എൻഡിങ്ങിൽ എടുത്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക. നമ്മൾ ഹോളി ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് യാൺ കട്ട് ചെയ്യാം. ഒരു കുറച്ച് ടൈലൻഡ് എടുത്തിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്കിങ്ങനെ ഈ യാൺ ഇങ്ങനെ വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ലീഫ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ 2 ലീഫ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീഫ് കൂടി ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 ലീഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതുപോലെ 2 ലീഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് ബെറി ചെയ്യാം. ബെറി ചെയ്യാനായിട്ട് നമുക്ക് റെഡ് കളർ യാണാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. റെഡ് കളർ യാണിൽ നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. അതിന് ശേഷം ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് മതി കേട്ടോ. ഞാൻ 6 എന്ന് പറഞ്ഞു പോയി. 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒന്ന് ടൈലൻഡ് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്ത ആ ഒരു ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യുക. സെയിം ചെയിനിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ഈ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. അങ്ങനെ ടോട്ടൽ 6 സിംഗിൾ ക്രോഷേ ആണ് കിട്ടുന്നത്. 2 1 2 3 4 ഇങ്ങനെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ചെയ്യുക. 5 and 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ ഇട്ട് അതിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ഇതിനെ ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. വീണ്ടും ചെയിൻ 1 ചെയ്യുക. സെയിമിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഇതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. സെയിം തന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക. 1 നമ്മൾ ഓൾറെഡി ചെയ്തു. 2 3 4 5 6 6 സിംഗിൾ ക്രോഷേ ചെയ്തു. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ ഇട്ട സ്പേസിൽ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈലൻഡ് നമുക്കൊന്ന് വലിച്ച് ആ റൗണ്ട് ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കുക. ഇവിടെ ഈ സൈഡ് സെൻറ്ററിൽ റൗണ്ടൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുക. ഇനി നമുക്ക് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് എൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ആണോ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. വീണ്ടും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 എണ്ണം കിട്ടും. വീണ്ടും അടുത്ത സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ് എടുക്കുക. അപ്പോൾ നമുക്ക് 4 എണ്ണം കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിനെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അത് നമുക്കിവിടെ ക്ലോസ് ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗം. ഇനി നമുക്ക് കുറച്ച് ടൈലൻഡ് അധികം എടുത്തിട്ട് യാണ് കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്കിതിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ 2 യാണും കൂടി ഒന്ന് കൂട്ടിയിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ടൈറ്റായി കെട്ടുമ്പോൾ നമുക്കിവിടെ ഒരു ബോൾ പോലെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ബോൾ പോലെ കിട്ടിയിട്ടുണ്ട്. ഒരു ബെറീസ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് 2 പ്രാവശ്യം ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒരു 2-3 എണ്ണം 3 ബെറീസാണ് വേണ്ടത്. അപ്പോൾ 2 എണ്ണം കൂടി നമുക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി 2 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ടൈലൻഡ് അധികം എടുത്തതുകൊണ്ട് നമുക്കത് ലീഫിൻ്റെ കൂടെ നോട്ടിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലീഫിനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ചിട്ട് ഇവിടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ടൈലൻഡ് അധികം എടുത്തതുകൊണ്ട് ആ ടൈലൻഡ് തന്നെ നമുക്ക് ഈ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലീഫിൻ്റെ യാൺ എടുത്തിട്ട് നമുക്കിത് രണ്ടും കൂടി ഒന്ന് ഒന്നിച്ച് തുന്നി കൊടുക്കാം.
അതിന് ശേഷം ഈ 2 യാണും കൂടി നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. 2 യാണും ഒന്ന് കൂട്ടിയിട്ട് കെട്ടി കൊടുക്കാം. അതിന് ശേഷം ബാലൻസ് വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബെറീസ് ഇങ്ങനെ ഇതിൻ്റെ കൂടെ വെച്ചിട്ട് ഹുക്ക് ഇങ്ങനെ അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്തിട്ട് ഈ ബെറീസ് ഇങ്ങനെ ഇതിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ടൈലിൻ്റെ ഒക്കെ ഇതിൻ്റെ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് രണ്ടും കൂടി ടൈ ചെയ്ത് കൊടുക്കാം. ടൈറ്റാക്കിയിട്ട് ടൈ ചെയ്യുക. അപ്പോൾ ചെറിയ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ലീഫ് ആണെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പ്ലേ ആണ് യൂസ് ചെയ്താൽ മതി. കുറച്ചുകൂടി വലുത് വേണമെങ്കിൽ 8 പ്ലേ ആണ് യൂസ് ചെയ്യുക കേട്ടോ. 2 പ്ലേ ആണ് യൂസ് ചെയ്യുമ്പോൾ 1.5 mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് നമുക്കൊന്ന് കൂട്ടിയിട്ട് തുന്നി കൊടുക്കുക. അല്ലെങ്കിൽ ഗ്ലൂ കൊണ്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ വിടർന്ന് പോകില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.